ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാനിത് ചെറിയൊരു കുഞ്ഞു വീഡിയോ മാറ്റി വന്നിട്ടുണ്ട്. എന്താണെന്നറിയോ, 3 മിനിറ്റിൻ്റെ കൂടുതൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും കാണൂലല്ലോ. അതുകൊണ്ടാണ് 3 മിനിറ്റ് കറക്റ്റ് ആകുമ്പോൾ കട്ടാക്കണത്. ഞങ്ങൾക്ക് കുറേ സമാധാനം ഉണ്ടായിരുന്നു കുറേ മാസത്തിന് ശേഷം കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോരുന്ന സമയത്ത് ഞങ്ങളെ വണ്ടിൻ്റെ വേക്കിൽ കൂടെ ഒരു 2 ചെറിയ ചെറുക്കന്മാരാണ്, കാറും കൊണ്ട് വന്നുങ്ങാണ്ട് ഇടിച്ചില്ല എന്നുള്ളൊരു മട്ടത്തിലല്ലേ കുഞ്ഞേ? അല്ലേ? എങ്ങനെ പറഞ്ഞു കൊടുക്ക്. കേൾക്കൂല, ഉറക്ക പറയും. അതെ, ആ അമ്മാരി കോലത്തിലാണ് ആ ചെങ്ങായിമാർ ആ വണ്ടിയും കൊണ്ട് വന്നത് കേട്ടോ. ഭാഗ്യം കൊണ്ട് ഞങ്ങൾ കഴിച്ചില്ലായി. കാരണം നിങ്ങൾ ചെങ്ങായിമാരെ എന്തൊക്കെ കാട്ടിങ്ങാട് ഇതാക്കിയിട്ടും കാര്യമില്ല. അല്ല കരുതിയാലല്ലേ ഞങ്ങൾക്കൊക്കെ അത് പറ്റുള്ളൂ. നിങ്ങൾ കരുതിയാൽ പറ്റുമോ? എത്ര ശ്രമിച്ചിട്ടുണ്ട്, നിങ്ങൾ നടക്കുന്നുണ്ടോ? പിന്നെ നിങ്ങളോട് കാര്യം പറയാനുള്ളത് എന്താറോ, എൻ്റെ ഈ കൈ ഉണ്ടല്ലോ, ഈ കൈ കൊണ്ട് നിങ്ങൾ കൈയും കാലൊക്കെ ഒടിച്ചിടുകയാണെങ്കിൽ, ആക്സിഡൻ്റ് ആക്കിയിടുകയാണെങ്കിലേ എൻ്റെ കുട്ടികളെയും എൻ്റെ കുടുംബത്തിൻ്റെയും കാര്യങ്ങളും കൂടി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. എന്താണെന്നറിയോ, ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ വന്ന് പറയണത് എന്താ അറിയോ, ഇത് ഇത് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരോടാണ് പറയണത്. നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ പിന്നെ എൻ്റെ കുടുംബം, എൻ്റെ മരുന്നും കാര്യങ്ങളും മാസം മുടങ്ങാതെ മരുന്ന് വാങ്ങുന്ന ഒരാൾ, അതിന് വെച്ച് പൈസ വേണം, നല്ലൊരു സംഖ്യ വേണം. ഞാൻ ആരോടും വന്ന് പറയണില്ല. എൻ്റെ അമ്മക്ക് മരുന്ന് വാങ്ങണ കാര്യം ഞാൻ ആരോടും പറയണില്ല. എൻ്റെ മക്കൾക്കുള്ള ഫുഡും കാര്യം ഞാൻ ആരോടും പറഞ്ഞു. മാന്യമായി നിന്ന് ജോലി ചെയ്യുന്നു, മാന്യമായി നിന്നിങ്ങാണ്ട് ഭക്ഷണം വാങ്ങുന്നു, മാന്യമായി നിന്നിങ്ങാണ്ട് ജീവിച്ചു പോകണം. അതുകൊണ്ട് മറ്റുള്ള തമ്മാടിത്തത്തിന് പോകാതെ അന്തസ്സായി നിന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് കൊല്ലണമെങ്കിൽ കൊല്ലാം, കൈയും കാലും കളയണമെങ്കിൽ കളയാം. പക്ഷേ എൻ്റെ കുട്ടികൾക്കുള്ള ഫുഡും കാര്യങ്ങളും നിങ്ങൾ എത്തിച്ച് തരേണ്ടി വരും. മരണം വരെ അത് എഗ്രിമെൻ്റ് എഴുതി തരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് വണ്ടി ഇടിപ്പിച്ച് ആക്സിഡൻ്റ് ഉണ്ടാക്കലും എന്ത് കുന്തമാണെങ്കിലും കാട്ടിക്കോട്ടെ അല്ലേ. പിന്നെ നിങ്ങളെ പേടിച്ചിങ്ങാണ്ട് ഞാൻ തോറ്റുങ്ങാണ്ട് പിന്മാറൂല. എൻ്റെ റബ്ബിൻ്റെ മുന്നിലല്ലാതെ ഞാൻ നിങ്ങളെ മനുഷ്യന്മാരെ, അതായത് ക്രിമിനലുകളായ നിങ്ങളെ മുന്നിൽ കൂടെ നമ്മൾ തോറ്റു തരുന്ന പ്രശ്നമല്ല. ഞാൻ ജയിച്ച് കാട്ടണം എൻ്റെ പടച്ചോൻ്റെ മുന്നിലാണ്. നിങ്ങളെ മുന്നിൽ വെച്ച് ജയിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ആരുച്ച് നയാ പൈസ കൊണ്ടു തരുന്നില്ല. ഉണ്ടോ? തരുന്ന സംഘടനക്കാർ എന്ത് കാരണത്താലാണ് നിങ്ങൾ ഒഴിവാക്കിയത്? ഒരു ഗൾഫിക്ക് പോയ കാരണം കൊണ്ടല്ലേ സംഘടനക്കാരെ നിങ്ങൾ ഇനി സാധുവായി നിങ്ങളെ സംഘടനയിൽ നിന്ന് നിസ്സാരമായിട്ട് ഒഴിവാക്കിയത്? ഇല്ലേ? ഞാൻ എന്ത് തെറ്റ് ഞങ്ങളോട് ചെയ്തു? 2 പെൺകുട്ടികളില്ലേനോ? ആ ഒരു ചിന്തകൾ തന്നോ? നിങ്ങൾ 2 സംഘടനക്കാരുണ്ട്, നിങ്ങൾ 2 കൂട്ടരുടെ പേര് ഞാൻ ഇവിടെ പറയണില്ല. നിങ്ങൾ എൻ്റെ കാര്യങ്ങൾ ഒരു ജസ്റ്റ് എന്തെങ്കിലും നിങ്ങൾ അന്വേഷിക്കണുണ്ടോ? ഇനി ഈ അതാപ് ചെയ്തവനും കൂട്ടിപ്പിടിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാണ്? അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം ഇത്ര പറഞ്ഞ് അവസാനിക്കാം. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. പിന്നെ ബുദ്ധിമുട്ടിക്കുന്ന കുറേ ദിവസത്തിന് ശേഷം എനിക്ക് സമാധാനമുണ്ട്, അൽഹംദുലില്ലാ. വീണ്ടും നിങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറപ്പെട്ടോളിയും. പക്ഷേ എൻ്റെ കുട്ടികളെയും എൻ്റെ കുടുംബത്തിനെയും ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കജ്ജോ കാലൊക്കെ നശിപ്പിച്ചോളിട്ടോ. സമാധാനത്തോട് കുത്തിരിക്കുക.